എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഷാർജ ഷേക്ക് തയ്യാറാക്കിയാലോ? വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 പഴമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാലിപ്പൂവനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പീനട്ട്സും പഞ്ചസാരയും 1/2 ലിറ്റർ പാലുമാണ്. ഈ പാല് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതുപോലെ കട്ടയാക്കി എടുക്കണം. കുറച്ച് ഹോർലിക്സ് ആവശ്യമുണ്ട്. അതുപോലെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ഒരല്പം ചേർക്കുന്നുണ്ട്. കോഫി പൗഡർ വളരെ കുറച്ച് മതിയാകും. അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ പീനട്ട്സും 2 പഴവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. 4.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തത്. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ ഹോർലിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഹോർലിക്സ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഷാർജ ഷേക്കിന്. 1/4 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കട്ടയാക്കി എടുക്കണം. തിളപ്പിച്ചാറിയ ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അതല്ല പാസ്ചറൈസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ തിളപ്പിക്കാതെയും ഇതുപോലെ കട്ടയാക്കിയിട്ട് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് കൂൾ ബാറിൽ നിന്നൊക്കെ കഴിക്കുന്നത് പോലെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും. അപ്പോൾ ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പീനട്ട്സും ഒരല്പം കോഫി പൗഡറും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് ഒരല്പം ഐസ്ക്രീമും കൂടി വെച്ച് കൊടുക്കാം. 1 സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ഐസ്ക്രീം ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് പീനട്ട്സും അല്പം കോഫി പൗഡർ മാത്രമാണ് ഒന്ന് വിതറി കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷാർജ ഷേക്കാണിത്. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്